കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തിന്റെ ആഴം കൂട്ടണമെന്നാവശ്യമായി തൊഴിലാളികൾ പ്രക്ഷോഭം തുടങ്ങി. തുറമുഖ പരിസരത്ത് തൊഴിലാളികൾ സത്യഗ്രഹ സമരം നടത്തി. ബേപ്പൂർ തുറമുഖത്ത് ക്യാപിറ്റൽ ഡ്രഡ്ജിംഗ് നടത്തി ആഴം വർദ്ധിപ്പിച്ചാൽ വലിയ കപ്പലുകൾക്ക് ഈ തീരത്തേക്ക് എത്താൻ സാധിക്കും. അത്തരം സാഹചര്യമുണ്ടായാൽ നാടിനും തൊഴിലാളികൾക്കും കൂടുതൽ അഭിവൃദ്ധി നേടാനാകും. സർക്കാരുകൾ ബേപ്പൂരിന്റെ വികസനത്തിനായി നടപടി സ്വീകരിച്ചിട്ടും അത് പ്രവർത്തന പദത്തിൽ എത്തുന്നില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്, പക്ഷെ ഇടപെട്ടിട്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല, പോർട്ടിലേക്കൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതി. ഗവൺമെന്റ് ഇടാത്ത പ്രശ്നമല്ല, പോർട്ടിലേക്കൊന്നും വരില്ല. മെയിനായിട്ട് നമുക്ക് കപ്പൽ ചാനൽ ആയം കൂട്ടാനാണ്. അപ്പോൾ അത് കപ്പൽ ചാനൽ ആയം കൂട്ടിയാൽ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾ കഴിച്ചിലാവുകയുള്ളൂ. ബേപ്പൂർ പോർട്ടിൻ്റെ വികസനം എന്നത് ബേപ്പൂർ പോർട്ടിലെ തൊഴിലാളികളെ മാത്രം വികസനമല്ല, മലബാറിൻ്റെ ആകെ വികസനമാണ്. അപ്പോൾ അത് വന്നിട്ടാണെങ്കിൽ ഞങ്ങൾ ബേപ്പൂർ ജോലി ഉള്ള ആളുകൾ മാത്രമല്ല, ബേപ്പൂർ ടൗണിലുള്ള തൊഴിലാളികൾക്കും ജോലി ഉണ്ടാവും. മൊത്തത്തിൽ ബേപ്പൂർ അങ്ങാടി തന്നെ വികസനത്തിലേക്ക് വരും. ബേപ്പൂരിനെ കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഇവരുടെ ആവശ്യം. ബേപ്പൂർ തുറമുഖത്തിന്റെ പാരമ്പര്യവും പൈതൃകവും പരിഗണിച്ച് അതിന് സാധ്യമാകുമെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ വിലങ്ങുതടിയാവുകയാണെന്ന് തൊഴിലാളികൾ വ്യക്തമാക്കുന്നു. ബേപ്പൂർ പോർട്ടിൽ ക്യാപിറ്റൽ ഡ്രഡ്ജിംഗാണ് നടത്തേണ്ടത്. അപ്പോൾ ഏകദേശം 100-150 കോടി രൂപ ഡ്രഡ്ജിങ്ങിന് ആവശ്യമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സാഗർമാല പദ്ധതിയിൽ ഈ ബേപ്പൂർ പോർട്ടിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അത് സാധ്യമായി കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഒരു പോർട്ടിന് ആഴക്കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഷിപ്പുകൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതേമാതിരി തന്നെ കോവിലകം ഭൂമി, സിൽക്കിൻ്റെ ഭൂമി തിരിച്ചു പിടിച്ച് ബേപ്പൂർ പോർട്ട് അത് ഉപയോഗത്തിൽപ്പെടുത്തുക എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അതും ഈ പോർട്ടിന് ഉപകാരപ്പെടും. സിൽക്കിന് പാട്ടത്തിന് നൽകിയ തുറമുഖ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് അവിടെ പോർട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് മറ്റൊരു ആവശ്യം. തുറമുഖ വകുപ്പ് ഏറ്റെടുത്ത കോവിലകം ഭൂമി തുറമുഖ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും തൊഴിലാളികൾ പറയുന്നു. ഗോകുലം ഭൂമിയും ചില കൺമുന്ന തൊഴിലാളി തലമുടി ഗവൺമെൻറ് ഏറ്റെടുത്ത് പണം വരെ നൽകി കഴിഞ്ഞാൽ അതുവരെ പോർട്ടിന് വിട്ടുകിട്ടില്ല. പോർട്ടിലെ ഇതിന് ബന്ധമായിട്ട് ഉപകരിക്കാൻ ഗോകുലം ഭൂമിയും അതേമാതിരി സിൽക്ക് അത് 20 കൊല്ലട്ടം കഴിഞ്ഞ് പട്ടക്കാരാർ കഴിഞ്ഞിട്ട്, എന്നിട്ട് ഇതുവരെ സിൽക്കും പോർട്ടിന് വിട്ടു കിട്ടുന്നില്ല. ഈ 2 സ്ഥലം കൂടി പോർട്ടിന് കിട്ടിയാൽ പോർട്ടിൻ്റെ വികസനത്തിന് നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റും. സാധനം കൊണ്ടുവെക്കാനും ഗോഡൗണൊക്കെ ആയിട്ട് നല്ലൊരു ഇത് വരും. കാലഹരണപ്പെട്ട ക്രെയിനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുക, ബേപ്പൂർ തുറമുഖത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ബജറ്റിലെ പ്രഖ്യാപനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. പാരിസ്ഥിതിക അനുമതിയുടെ കാര്യം പറഞ്ഞ് ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം അനന്തമായി നീട്ടരുത് എന്നാണ് ഇവരുടെ ആവശ്യം. സത്യഗ്രഹ സമരം STU സംസ്ഥാന ജനറൽ സെക്രട്ടറി യു പോക്കർ ഉദ്ഘാടനം ചെയ്തു. സാഗർമാല പ്രൊജക്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി കടന്നപ്പള്ളി മന്ത്രിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശ്രമം തുടങ്ങിയത്. അങ്ങനെ അതിനുവേണ്ടി വകയിരുത്താൻ തീരുമാനിച്ചു. 60 കോടി രൂപ ഒരു പ്രൈമറി എസ്റ്റിമേറ്റിൽ അതിൻ്റെ പദ്ധതികൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. ആ പദ്ധതി സമർപ്പിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ അസന്നിഗ്ധമായിട്ട് പറയുക. CITU, STU, INTUC സംഘടനകൾ സംയുക്തമായാണ് സമരം നടത്തിയത്. ബേപ്പൂർ തുറമുഖത്തിന് ആഴം കൂട്ടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സർക്കാർ ഉൾപ്പെടെ പലപ്പോഴും ഇടപെടുമ്പോഴും എവിടെയോ തട്ടി അത് യാഥാർത്ഥ്യമാകാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ സമരം ന്യായമാണ്. ഇനിയെങ്കിലും അധികൃതർ കൃത്യമായ ഇടപെടൽ നടത്തട്ടെ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.